അമ്മേ, ഞാൻ ചായ എടുത്തേ. അയ്യോ, മോള് നേരത്തെ എണീറ്റോ? ഇത്ര നേരത്തെ എണീക്കണ്ടായിരുന്നല്ലോ. പിന്നെ മോള് ചായ ഒന്നും ഇടണ്ട, അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. ദാ അതങ്ങ് എടുത്ത് കുടിക്കാൻ നോക്ക്. അയ്യോ അമ്മേ, ആ ചൂരിങ്ങതാ, ഞാൻ തൂത്തിടാ ഇവിടെയൊക്കെ. അയ്യോ വേണ്ട മോളെ, മോൾ ഈ പരിചയമില്ലാത്ത പണിയൊന്നും ചെയ്യണ്ട. പിന്നെ വെറുതെ എന്തിനാ മോളുടെ കയ്യിൽ പൊടിയാക്കുന്നേ? മോൾ അങ്ങോട്ടേക്ക് മാറിയിക്ക്, അമ്മ ചെയ്തോളാം. അമ്മ തുണിയിലക്കാൻ പോവാണോ? ഇങ്ങതാ ഞാൻ അലക്കിയിടാം. വേണ്ട വേണ്ട, മോള് ഈ പണിയൊന്നും ചെയ്യണ്ട. പുറത്തെ നല്ല വെയിലാ, മോളിനിപ്പോ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം മുഖമൊക്കെ അങ്ങ് കറക്കാൻ. മോൾ അവിടെ അങ്ങനെ അടങ്ങിയിരുന്നാ മതി, അമ്മ കഴുകിക്കോളാം. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, മോൾ അതിനകത്തിട്ട് അങ്ങ് നനച്ചാ മതി കേട്ടോ. ആ മൂദേവി ഇതുവരെ എണീറ്റില്ലേ? മണി എത്രയായി? അവളുടെ ഒരു ഉറക്കം. അവളെ ഞാൻ ഇപ്പൊ തന്നെ ഉറക്കാം. ഓ, ഈ തള്ളയുടെ ഒരു കാര്യം, എന്തൊരു ഒച്ചയും ബഹളോ ഇത്. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലല്ലോ. എനിക്കങ്ങ് വയ്യ എണീക്കാൻ. എന്നിട്ടും അവൾ എണീറ്റില്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇതേ മനുഷ്യ, നിങ്ങളുടെ തള്ളയോട് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോളം പറഞ്ഞോണം. എന്തൊരു കഷ്ടം ഇത്. ഒച്ചയും ബഹളവും വെച്ച് മനുഷ്യന് ഉറക്കത്തുമില്ല, ശല്യം തന്നെ. ഓ, തമ്പുരാട്ടിയുടെ കയ്യിലെ വള ഊരി പോവായിരിക്കും ഈ മുറ്റം ഒന്ന് തൂത്ത. ബാക്കിയുള്ളവർ അങ്ങ് തൂത്ത് കിടന്ന രാവിലെ എണീക്കോയില്ല, മുറ്റവും തൂക്കൂല, ഒന്നും ചെയ്യൂല. അമ്മേ, എനിക്കുള്ള ചായ. ചായയോ? ഏത് ചായ? നിനക്ക് ചായ വേണമെങ്കിൽ പോയി ഉണ്ടാക്കി കുടിക്കുക. പിന്നെ നീ വന്ന് ഈ ചൂല് പിടിച്ച മുറ്റം അങ്ങ് തൂത്തിട്ടെ. ബാക്കിയുള്ളവന്റെ നടു ഒടിഞ്ഞിട്ട് വയ്യ. അമ്മ തന്നെ അങ്ങ് തൂത്തോണ്ടാ മതി, എനിക്കങ്ങ് വയ്യ തൂക്കാൻ. പിന്നെ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റാ, ആളെ വിളിക്കണം നന്നാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തുണിയൊക്കെ വാഷ് ചെയ്യാനുള്ളതാ. ഓ, തമ്പുരാട്ടിക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലേ നനച്ചിടാൻ പറ്റത്തുള്ളൂ. പുറത്ത് നല്ല കല്ല് കിടക്കുമ്പോഴാ അവൾക്ക്. വെയിൽ കൊള്ളാൻ പറ്റത്തില്ല, അങ്ങ് സൗന്ദര്യം പോവുമല്ലോ. എന്റെ ഒരു ഗതികേട്.